വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം വിശ്വസ്മൈ നമ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീരാമചന്ദ്രായ നമ. ഓം ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമസീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. മുന്നിലും പിന്നിലും രാമ നമിപ്പൂ ഭക്തനായി ഞാൻ. കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ശ്രീമദ് വാൽമീകി രാമായണം 16 ഭാഗം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 17ാമത്തെ ഭാഗം ബാലകാണ്ഡത്തിലെ 50ാമത്തെ സർഗം ആയിട്ട് പറയണു. അഹല്യാമുക്തിയെയാണ് രാമായണത്തിൽ പറഞ്ഞ പ്രകാരത്തിൽ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു സാവകാശത്തിൽ ആണ് അത് പറഞ്ഞത്. അഹല്യാമുക്തി കഴിഞ്ഞതിന് ശേഷം രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും കൂടിയിട്ട് ഈശാന ദിക്ക് കണക്കാക്കിയിട്ട് യാത്രയായി എന്നാണ്. അവർ മിഥിലയിലേക്ക് പോകാനുള്ള ആ വഴിയിലാണ് അഹല്യയെ മുക്തയാക്കിയത്. അവർ അഹല്യാഗൗതമന്മാർ വീണ്ടും ഒന്നിച്ചു ചേർന്ന് ഗൗതമൻ്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഈ രാമലക്ഷ്മണന്മാരാകട്ടെ വിശ്വാമിത്രനോട് കൂടിയിട്ട് മിഥിലാപുരിയിൽ ജനകൻ്റെ യാഗശാലയിലേക്ക് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ രാമലക്ഷ്മണന്മാർ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ യാഗശാലയുടെ ഒരു ശുദ്ധി, പ്രൗഢി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എത്രയാണ് സന്തോഷം എന്നുള്ളത് പറയാൻ നിവർത്തിയില്ല. അവിടെ കണ്ടത് എല്ലാ ദേശക്കാരും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വേദം നല്ലോണം അറിയാം. ബ്രാഹ്മണർ ധാരാളമായിട്ട് ശുദ്ധ ചിത്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ സാത്വികരായിട്ടുള്ള ബ്രാഹ്മണൻ്റെ പ്രത്യേകത തന്നെ അതാണ്. മറ്റുള്ളവരെ സഹായിക്കുക, അസൂയ മാത്സര്യാദി യാതൊന്നും കാമക്രോധാദികളൊന്നും വരാത്തതായിട്ടുള്ളൊരു ഭാവമാണ്. നിത്യസന്തുഷ്ടരായിട്ടുള്ള എതിർച്ഛാലാഭ തുഷ്ടി ഉള്ളവരായിട്ടുള്ള ബ്രാഹ്മണർ. അങ്ങനത്തെവരെ അവിടെ ധാരാളം കണ്ടു, അല്ലെങ്കിൽ അങ്ങനത്തെവരെ അവിടെ ഉള്ളൂ. അതേപോലെ ധാരാളം വാഹനങ്ങൾ, പിന്നെ ഇവർക്കൊക്കെ താമസിക്കാനുള്ള ഈ ആശ്രമങ്ങൾ, ഋഷിവാടങ്ങൾ ഇവിടെ ധാരാളം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ രാമനും കൂടിയിട്ട് ചോദിച്ചു, ഞങ്ങളെവിടെയാണ് വസിക്കേണ്ടതെന്നാവോ? അപ്പോൾ രാമൻ്റെ ഈ ചോദ്യം വിശ്വാമിത്ര മഹർഷി കേട്ടപ്പോൾ ജനത്തിരക്കില്ലാത്ത വെള്ളം കിട്ടുന്ന സ്ഥലത്ത് പ്രത്യേകമായിട്ട് ഒരു സ്ഥാനത്തെ കാണിച്ചു കൊടുത്തു. അവിടെ വസിച്ചോളൂ. രാമസ്യ വചനം ശ്രുത്വാ വിശ്വാമിത്രോ മഹാമുനി നിവാസം അകരോദ്ദേശേ വിവിക്തേ സലിലാന്വിതേ. ഇന്നും നമ്മൾ ഈ വാചകത്തെ അറിയാതെ കണ്ടാണ് ചെയ്തു വരുന്നത്. ഒരു പറമ്പ് വാങ്ങുമ്പോൾ വീട് വയ്ക്കണമെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ വെള്ളമുണ്ടോ എന്ന് നോക്കും, കറണ്ട് ഉണ്ടോ നോക്കും, റോഡുണ്ടോ നോക്കും, സജ്ജനങ്ങളാണോ അടുത്ത് നോക്കും, അമ്പലം ഉണ്ടോ അടുത്ത്. ഇങ്ങനെ ഭാഗവതന്മാർക്ക് ഈ സാത്വികരായിട്ട് ജീവിക്കാൻ, ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നതായിട്ട് പലതും ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഈ സജ്ജനങ്ങൾക്ക് ഈ ടെൻഷൻ ഫ്രീ കിട്ടണമെന്ന് ഉദ്ദേശിക്കാനുള്ള കാരണം തന്നെ അവർക്ക് ഈശ്വരോപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. വസ്തുക്കൾ ധാരാളം കിട്ടലല്ല ഉദ്ദേശം. സജ്ജനങ്ങൾ അടുത്തുണ്ടാവണം, അയൽവാസി നന്നാവണം. സംഘം ആരോടാണോ വേണ്ടത് അവർ നല്ലവരാവണം. അതിനാണ് അമ്പലം അടുത്തുണ്ടാവണം. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വിശ്വാമിത്രൻ വന്നു എന്നുള്ളത് ജനക മഹാരാജാവ് കേട്ടു. വേഗം തന്നെ പുരോഹിതനായിട്ടുള്ള ഗൗതമൻ്റെ പുത്രനായിട്ടുള്ള അഹല്യയുടെ പുത്രനായിട്ടുള്ള ശതാനന്ദ മഹാഗുരുവാണത്. പുരോഹിതൻ, അവിടെ ജനകൻ്റെ പുരോഹിതനാണ്. അവർ ശതാനന്ദനെ മുൻനിർത്തി
അത് അദ്ദേഹം മുമ്പിൽ, രാജാവല്ല മുമ്പിൽ. അങ്ങനെയാണ്, രാജാവാണ് സ്വീകരിക്കുന്നത്. പക്ഷേ അത് ബ്രാഹ്മണനെ കൊണ്ടാണ് ചെയ്യാന്ന് സാരം. അതാണ്, അത്രയും പ്രാധാന്യമുണ്ട്. അവിടെ വളരെ വേഗം എത്തിച്ചേർന്നു. എന്നിട്ട് വേണ്ട രീതിയിൽ കുശലാന്വേഷണങ്ങൾ, കാല് കഴുകുക, അർഘ്യപാദ്യാദികൾ കൊടുക്കുക, അതേപോലെ ചില സൂക്താദികളെ ചൊല്ലുക. അവിടെ ഇപ്പോൾ ദേവനും ഉണ്ട്, ബ്രാഹ്മണനും ഉണ്ട്. വിശ്വാമിത്രൻ ബ്രാഹ്മണനാണ്, രാമൻ ക്ഷത്രിയനാണ്, അപ്പോൾ രാജാവായിട്ടാണ്. ഇപ്പോൾ രണ്ടും രാജകുമാരനെ ആയിട്ടുള്ളൂ എങ്കിലും ഇനി അവിടുന്ന് അങ്ങോട്ട് വരാൻ പോകുന്നതും കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. വധുവാവാൻ സീത തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതേപോലെ രാമൻ വിവാഹം കഴിക്കാൻ വേണ്ടി വരനും. അപ്പോൾ വരനെ സ്വീകരിക്കുന്ന രീതിയിലൊക്കെ വേണം. അപ്പോൾ അതിപ്പോൾ ആയിട്ടില്ല എങ്കിലും അങ്ങനെയാണ്. ശതാനന്ദ ഗുരുവിനൊക്കെ അറിയണ്ടാവും. എങ്ങനെയായാലും ആ പൂജ വളരെ നന്നായിട്ട് തന്നെ സൂക്ത ജപത്തോടു കൂടിയിട്ട് തന്നെ സ്വീകരിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കണില്ലേ എന്ന രീതിയിലുള്ള കുശല പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളമുണ്ട്. കാരണം ബ്രാഹ്മണൻ്റെ ഉണ്ട്, ക്ഷാത്രിയ കാര്യങ്ങളുണ്ട്, അതേപോലെ ലോകം, ഈശ്വര ഭജനം, ഇങ്ങനെയുള്ള അതൊക്കെ അവർ ചോദിക്കുക. അതൊക്കെ നന്നായിട്ട് നടക്കണില്ലേ. അതേപോലെ പുരോഹിതന്മാർ ഈ യാഗം ചെയ്യുന്നതായിട്ട് ഋത്വിക്കുകൾ, അധ്വര്യു തുടങ്ങിയിട്ടുള്ള ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോരുത്തർക്കും ഓരോന്നാണ് പറയാണ്ടാവുക. എല്ലാവരും ഒരേപോലെ എല്ലാ കുശല പ്രശ്നാദികളും ചെയ്യാം. സ്ഥാനം, അതിനൊരു പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്, അതിനനുസരിച്ചാണ് ചെയ്യുക. അപ്പോൾ അതെല്ലാം കേട്ട് സന്തോഷിച്ചു. ആ ജനക മഹാരാജാവ് വളരെയധികം സന്തോഷിച്ച് നല്ലോണം വന്ദിച്ച് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഭഗവാൻ ഇരിക്കണം. മുനിശ്രേഷ്ഠന്മാർ അവർ ബഹുമാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്വീകരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഈ ഇരിപ്പിടത്തിൽ ഇരിക്കണം. പ്രത്യേകമായിട്ടൊരു പീഠമൊക്കെ കൊടുത്ത് അവിടെ ഒരു VVIP ആയിട്ടാണ് ഈ രാമനും വിശ്വാമിത്രനൊക്കെ എത്തിയത്. ആ രീതിയിൽ തന്നെ അവിടെ സ്വീകരിക്കപ്പെട്ടു. അനവധി രാജാക്കന്മാരെ അപ്പുറത്ത് ഇല്ലായിട്ടല്ല, കുറച്ചല്ലേ ഇനി, മഹാഋഷിമാർ അനവധിയുണ്ട്. അപ്പോൾ അതിനേക്കാട്ടിലും ഒക്കെ പ്രാധാന്യം ഈ രാമൻ്റെ സാന്നിധ്യം കൊണ്ട് വിശ്വാമിത്രന് കൂടുതൽ കിട്ടി. അതാണ്, രാമൻ്റെ സാന്നിധ്യമാണ് അതിൻ്റെ കാരണം. അപ്പോൾ എല്ലാവരും രാമൻ്റെയും ഈ വിശ്വാമിത്രൻ്റെയും ചുറ്റുമിരുന്നു. നോക്കണത് രാമനെ, ചോദിക്കണത് വിശ്വാമിത്രനോട്. ഇങ്ങനെയാണ്. ഏതായാലും ഇപ്പോഴാണ് ദേവന്മാർ ഞങ്ങളുടെ യജ്ഞകർമ്മങ്ങളെ സഫലമാക്കിയത്. ഭഗവത് ദർശനം കൊണ്ട് ഞങ്ങളെല്ലാം സന്തുഷ്ടരായിരിക്കുന്നു, യജ്ഞം സഫലമായിരിക്കുന്നു. അല്ലയോ വിശ്വാമിത്ര, അങ്ങ് ഞങ്ങളെ ധന്യരാക്കിയിരിക്കുന്നു. അങ്ങും ഭഗവാന്റെ അനുഗ്രഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. കാരണം ഞങ്ങളുടെ ഈ പ്രാർത്ഥന യജ്ഞശാലയിൽ ഭഗവാന്മാർ എത്തിക്കഴിഞ്ഞപ്പോൾ അത് എത്രത്തോളം അനുഗ്രഹം വരമായിട്ട് കിട്ടി എന്ന് ഇവിടെ ഒന്നുമില്ല, ചോദ്യം പറയും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിലും സാന്നിധ്യം തന്നെ ഇപ്രകാരത്തിലാണ്. അതുകൊണ്ട് അവരെ ഓരോരുത്തരും യജ്ഞം, അതിന് ചില ദിവസ കണക്കൊക്കെ ഉണ്ട്, 12 ദിവസം എന്നൊക്കെയുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ യജ്ഞം പൂർത്തീകരിക്കും. അപ്പോൾ യജ്ഞം മുഴുമിക്കുന്ന ആ സമയത്ത് ഈ ഹവിർഭാഗം സ്വീകരിക്കാൻ എത്തുന്നതായിട്ടുള്ള ദേവന്മാരെ സ്വീകരിക്കാൻ രാമനും ലക്ഷ്മണനും അങ്ങും വിശ്വാമിത്രനും ഉണ്ടാവണം. അപ്പോൾ ഇവർക്ക് സ്വീകരിക്കാൻ കഴിവില്ലായിട്ടല്ല, പക്ഷേ സ്വീകരിക്കേണ്ടത് ആരാണ്? ഇപ്പം നമ്മൾ ചില വ്യക്തികളെയൊക്കെ നമ്മുടെ ഗൃഹങ്ങളിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മൾ ആരെ കൊണ്ടാണ് സ്വീകരിപ്പിക്കുക? കുട്ടികളെ കൊണ്ടാണ് സ്വീകരിപ്പിക്കുക. ഒരു ഗൃഹത്തിലെ ഏറ്റവും VIP ആരാ എന്ന് ചോദിച്ചാൽ ഏറ്റവും ചെറിയ കുട്ടിയാണ്. ഒക്കത്ത് വെച്ച് 6 മാസമായിട്ടില്ല അങ്ങനെയുള്ള കുട്ടിയാണെന്ന് വെച്ചാൽ ആ കുട്ടി എടുത്ത് വരണ ആ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശനോ ആരാരും വേണ്ടില്ല. ഇതാ നോക്ക് ആരാ വന്നത്, ഈ കുട്ടിക്ക് കേൾക്കാനില്ല, വന്നവരും അതെ, ഹായ്, അതാണ്. അപ്പോൾ ഇവിടെ ഈ കൗതുകത്തോട് കൂടിയിട്ട് രാമലക്ഷ്മണന്മാരും അതേപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഈ മുത്തശ്ശനായിട്ട് വിശ്വാമിത്രനും ഇപ്പോൾ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ആ രാജാവ് എപ്രകാരത്തിലാണോ ഈ ദേവന്മാരെ സ്വീകരിക്കേണ്ടത് ആ സംവാദമാണ് അവിടെ നടക്കുന്നത്. എല്ലാവർക്കും മംഗളം ഉണ്ടാവണം. ഇവർ തന്നെ ദേവതുല്യന്മാരാണ് രാമലക്ഷ്മണന്മാർ. അതേപോലെ ആനയുടെ നടത്തം എങ്ങനെയാണോ, ആനയുടെ ഒരു ചര്യകളുണ്ട്, ആനയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. 6 വയസ്സുള്ള മനുഷ്യൻ്റെ ബുദ്ധിയാണ് ആനയ്ക്ക്.
അപ്പോൾ ആ രീതിയിലുള്ള ഭാവങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നതാണ്. നമുക്ക് ആനയുടെ ഒരു ശരീരത്തിൻ്റെ വലുപ്പവും അതേപോലെ തന്നെ അതും മൃഗമാണ്, അപ്പോൾ അതിന് മനസ്സിലാവില്ല പലത് നമ്മുടെ ഭാഷ. അതേപോലെ അതിൻ്റേതായ ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. അത് അനുവദിച്ച് കിട്ടാഞ്ഞാൽ അത് മൃഗത്വഭാവം, അതിൻ്റെ ശരീരം വലുതായതുകൊണ്ട് അത് കാണിക്കുന്നത് ലേശം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതിനെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ അടിക്കുകയും പിടിക്കുകയും എന്തൊക്കെ ദ്രോഹങ്ങൾ അതിനെ ചെയ്യണം. അതുകൊണ്ട് കാര്യമില്ല. അതിനെ സ്വതന്ത്രമായിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് നമ്മളായിട്ട് ഇണങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ സുഖമായി ആന. പക്ഷേ അത് അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യ സമയത്തുണ്ട്. അത് മതം പൊട്ടിയുള്ള സമയത്തൊന്നും പറ്റില്ല, അതിൻ്റെ ഇണയെ കണ്ടിട്ടുള്ള സമയത്ത് പറ്റില്ല. അങ്ങനെ ഒരു ആഗ്രഹം അതിനുണ്ടെങ്കിൽ അപ്പോൾ പറ്റില്ല. അതിന് തിന്നാൻ കിട്ടായക, വെള്ളം കിട്ടായക, അല്ലെങ്കിൽ ഈ കാലാവസ്ഥയിലെ ചൂട് സഹിക്കാൻ പറ്റായക. ആനയ്ക്ക് ചൂട് വലിയ പ്രശ്നമാണ്. അങ്ങനെ ഓരോന്നും ഉണ്ട്. അത് മുഴുവൻ നമുക്കൊട്ട് മനസ്സിലാവൂല. എന്നിട്ട് നമ്മൾ പീഡനമൊക്കെ ചെയ്ത് അടിക്കുക പിടിക്കുക വ്രണങ്ങൾ ഉണ്ടാക്കുക എന്തൊക്കെ ചെയ്യണു. അപ്പോൾ അതൊക്കെ ഈ ബാലഭാവത്തിലുള്ള നമ്മളെ കുട്ടികൾക്കുണ്ട്. നമ്മളും ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് ഓരോരുത്തരും മനസ്സിരുത്തിക്കൊള്ളാം, അത്രയേ ഉള്ളൂ. ഒരിക്കലും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് ആ സമയത്ത്. ഈ കുമാരൻ എന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക് എത്തുന്നത് വരെ ഈ കുട്ടികളെ യാതൊരു തരത്തിലും ഉപദ്രവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ദേഹോപദ്രവം തീരെ പാടില്ല, മാനസികമായിട്ടും പാടില്ല. അങ്ങനെയാണ്. അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് വേണമെന്നാ. അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ അതിലൂടെ തന്നെ അതിനെ സ്വീകരിച്ചോളും. ഇപ്പോൾ ആയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ സ്വീകരിച്ചോളും. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇവിടെ പാലിക്കപ്പെടുകയാണ്. ഇവർ പുലിക്ക് പല കഴിവുകളുമുണ്ട്, സിംഹത്തിന് പല കഴിവുകളുമുണ്ട്. രണ്ടും ഒരുപോലെയല്ല. രണ്ടും ഹിംസ്ര മൃഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മാന്യതയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതേപോലെ സിംഹത്തിൻ്റെയും ഈ പുലിയുടെയും എല്ലാ കഴിവുകളും, അതേപോലെ വൃഷഭം, കാളയുടേതായിട്ടുള്ള ചില മര്യാദകളും, ഇങ്ങനെ സാദൃശ്യം മറ്റൊരാളോട് പറ്റാത്ത രീതിയിൽ അത്രയും പ്രാധാന്യമുണ്ട് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സ്വഭാവത്തിനും ഈ സൗകുമാര്യത്തിനും. അതിസുന്ദരന്മാരാണ് രണ്ടുപേരും. ഒരാൾ വെളുപ്പ്, മറ്റാൾ കറുപ്പ്. അപ്പോൾ രണ്ടും എത്രത്തോളം അവരുടെ ഈ പുകഴ്ത്തലുകൾ വേണമെന്ന് ചോദിച്ചാൽ നിശ്ചയില്ല. ആയുധങ്ങളാണെച്ചാൽ അവരെങ്ങനെ വേണമെച്ചാൽ പ്രയോഗിക്കാം. വിശ്വാമിത്രൻ കൊടുത്ത ആയുധങ്ങൾ സ്വകാര്യമായിട്ട് പലതുമുണ്ട്, കാണുന്നില്ല, ഒക്കെ മന്ത്രങ്ങളാണ്. ഇനി അഗസ്ത്യനിൽ നിന്നൊക്കെ സ്വീകരിക്കാൻ പോകുന്നുണ്ട് അനവധി മഹർഷിമാരെ. മറ്റേ ഭരദ്വാജൻ ആരൊക്കെ കൊടുക്കണം ചില പലരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഈ കഴിവുകളെ മുഴുവൻ, ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും കഴിവുകളെ മുഴുവൻ പറഞ്ഞുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്നു, സ്വയം അവരും സന്തോഷിക്കണം. ഈ അമ്പും വില്ലുമൊക്കെ ധരിച്ചതായിട്ടുള്ള വാളും പരിചയമൊക്കെ കയ്യിലുള്ളതായിട്ടുള്ള അശ്വിനി ദേവകളെ പോലും മറ്റേ കുറച്ചൊരു ജാള്യരാക്കുന്നതായിട്ടുള്ള സൗന്ദര്യമുള്ള ഈ രാമലക്ഷ്മണന്മാർ ദേവലോകത്ത് നിന്ന് വന്ന ആ ദേവന്മാർ തന്നെ എന്ന് നമുക്ക് കണക്കാക്കണം. ഇങ്ങനെ ഈ ദേവന്മാരെയും കൊണ്ടുവന്നത് എന്തിനാ എന്ന് ചോദിക്കുകയാണ് ശതാനന്ദ ഗുരുവും രാജാവും കൂടിയിട്ട്, ജനകനും കൂടിയിട്ട്. അപ്പോൾ അതൊരു വല്ലാത്ത ഭാവമാണ്. ഇമൗ കുമാരൗ ഭദ്രം തേ ദേവതുല്യ പരാക്രമൗ ഗജതുല്യ ഗതീ വീരൗ ശാർദൂല വൃഷഭോപമൗ പത്മപത്ര വിശാലാക്ഷൗ ഖഡ്ഗതൂണീ ധനുർധരൗ അശ്വിനാവിവരൂപേണ സമുപസ്ഥിത യൗവനൗ യദൃച്ഛയേവ ഗാം പ്രാപ്തൗ ദേവലോകാദിവാമരൗ കഥം പദ്ഭ്യാമിഹ പ്രാപ്തൗ കിമർത്ഥം കസ്യ വാമുനെ. നടന്നിട്ടാ വന്നിറങ്ങണമെന്ന. അപ്പോൾ ഇങ്ങനെ സൂര്യചന്ദ്രന്മാരെ പോലെ എത്രത്തോളം അവരെ ഇനി പുകഴ്ത്തണം ചോദിച്ചാൽ മനസ്സില്ല. കുറേ വായിക്കാച്ചാൽ കുറേ ഉണ്ട്, ഞാൻ വായിക്കണില്ല എന്നുള്ളൂ. ഇങ്ങനെ ആകൃതി, ഭാവം, ചലനങ്ങൾ, അവരുടെ ഓരോ നടക്കായാലും ശരി, അതേപോലെ കൈയായാലും കണ്ണായാലും അതൊക്കെ ചലനങ്ങളാണ്. അതിനെ ടോട്ടലായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അതെല്ലാം എത്രത്തോളം സുന്ദരമാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. അതേപോലെ ഈ
രാജകീയ വേഷത്തിലല്ല, എന്നാൽ കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അമ്പും വില്ലൊക്കെ വെച്ച് ഇങ്ങനെ ഈ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്ന യോദ്ധാക്കളായിട്ടാണല്ലോ. അപ്പോൾ ആ രീതിയിലാണ് അവരുടെ വേഷം. തലമുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് കൃഷ്ണകിരീടം കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ രാമൻ്റെ കിരീടവും, വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ കഥകളിയിലൊക്കെ അങ്ങനെയാണ്. ഈ വീരന്മാരെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ, വിശ്വാമിത്രനോട് പറയാം. എല്ലാം അറിയാവുന്നവരാണ് കേട്ടോ, പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും കേൾക്കണം. എല്ലാവർക്കും അറിയില്ലല്ലോ, ചിലവർക്കൊക്കെ അല്ലേ, ഈ ഋഷിമാർക്കൊക്കെ അല്ലേ അറിയുള്ളൂ. അപ്പോൾ സിദ്ധാശ്രമവാസം, രാക്ഷസഗണവധം, വിശാല സന്ദർശനം, അഹല്യ മുക്തി, ഗൗതമ സമാഗമം, ഇങ്ങനെ അനവധി കാര്യങ്ങളെ അവിടെ വിസ്തരിച്ച് വിശ്വാമിത്രൻ പറഞ്ഞു. ഇങ്ങനെ 50-ാം അധ്യായം 50-ാം സർഗം അവിടെ പറഞ്ഞു വെച്ചു. വീണ്ടും പറയുകയാണ്, ഈ വിശ്വാമിത്രൻ ഈ രാമലക്ഷ്മണന്മാരെ ഇവിടെ കൊണ്ടുവന്നത് അങ്ങയുടെ ധനുർയാഗം കാണാനും ആ ശിവധനുസിനെ കാണാനുമാണ് എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഈ മഹാതേജസ്വിയായിട്ടുള്ള മഹാതപസ്വിയായിട്ടുള്ള ഒരു സ്വയം പ്രകാശ രൂപം ദേവന്മാർക്ക് അങ്ങനെ ഒന്നുണ്ട്. അങ്ങനെയുള്ള ഈ ഗൗതമൻ്റെ സീമന്തപുത്രനായിട്ടുള്ള ശതാനന്ദ മഹാഗുരു, വിശ്വാമിത്രനും അതുപോലെ തന്നെ കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. വിശ്വാമിത്രൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം ഇത് ദീർഘദർശനമുണ്ട്. മറ്റുള്ളവർ കേൾക്കെ പറഞ്ഞു എന്നതാണ്, അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ രാമൻ്റെ ഈ സന്ദർശനം, രാമനെ കണ്ടു കഴിഞ്ഞപ്പോൾ അത്യധികം സന്തോഷത്തോടു കൂടിയിട്ട്, കുറച്ചൊരു അത്ഭുതത്തോടു കൂടിയിട്ട് കുമാരന്മാരെ പ്രത്യേകമായിട്ട് നോക്കിയിട്ട് ശതാനന്ദൻ ഈ വിശ്വാമിത്രനോട് പറഞ്ഞു, എൻ്റെ യശസ്വിനിയായിട്ടുള്ള ദീർഘകാല തപസ്വിനിയായിട്ടുള്ള എൻ്റെ അമ്മയെ, അല്ലയോ മഹർഷി ശ്രേഷ്ഠ, ഈ രാജകുമാരന് കാണിച്ചു കൊടുത്തുല്ലോ, മുക്തരാക്കിയല്ലോ, മുക്തി കൊടുത്തുല്ലോ. എൻ്റെ യശസ്വിനായിട്ടുള്ള അമ്മ ദേഹികൾക്കെല്ലാം പൂജാർഹനായിട്ടുള്ള രാമനിൽ നിന്ന് ഈ വനവിഭവങ്ങൾ കൊണ്ട് സൽക്കാരം അത് സ്വീകരിപ്പിച്ചുല്ലോ. മുക്തയായിട്ടുള്ള ഈ അഹല്യ രാമനെ നല്ലോണം പൂജിച്ചിട്ടുണ്ട്. സ്വതേ കഥയിൽ അങ്ങനെ പറയണില്ല, അത് കഥയിൽ പറയേണ്ട ആവശ്യമില്ല. അത്രയും കൂടുതൽ പലതും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അഹല്യാസ്തുതി അതിഗംഭീരാണ്. ഏതൊക്കെ തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ചോദിച്ചാൽ ശരി, അത്രയും നല്ല രീതിയിലുള്ള അഹല്യാസ്തുതിയാണ്. മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട, അത്ര നല്ല സ്തുതിയാണ്. അപ്പോൾ ഈ ദേവദുഷ്കൃതത്തിന് പാത്രമായിട്ടുള്ള അമ്മയുടെ ഈ ഒരു കല്ലാവുന്ന ഒരു അവസ്ഥ ഉണ്ടായല്ലോ, അത് രാമന് പറഞ്ഞു കൊടുത്തുല്ലോ. അതായത് ഇതിൽ ശാപം ഭർത്താവാണ് ശപിച്ചതെങ്കിലും ഭർത്താവിന് അതിന് റോളൊന്നുമില്ല. ഭർത്താവിനെ ഗൗതമ മഹർഷിയെ കൊണ്ട് അത് ചെയ്യിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ അനുഭവിക്കുന്നതായിട്ട് ഈ സുഖദുഃഖങ്ങൾ മുഴുവൻ നമ്മുടേതായിട്ടുള്ള പൂർവജന്മ കർമ്മബാക്കിയാണ്, കാമബാക്കിയാണ്. അതിനനുസരിച്ചുള്ള രംഗസജ്ജീകരണങ്ങളൊക്കെ അതാത് കാലത്ത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് സുഖം വരാം, ദുഃഖം വരാം. നമ്മൾ ചെയ്യേണ്ടത് ഈ ദുഃഖത്തെ പോലും സുഖമാക്കിയിട്ട് തീർക്കുകയാണ്. നമ്മൾ സാധാരണ മനുഷ്യർ ദുഃഖേച്ച സുഖമാനിനാന്നാ, ദുഃഖങ്ങളാണ് നമ്മൾ ഈ സുഖം ആയിട്ട് കണക്കാക്കേണ്ടത്. അങ്ങനെ കണക്കാക്കിയ പ്രാരബ്ധം തീരുകയും ചെയ്യും. ഈ ദുഃഖം നമുക്ക് സാരല്ലീനി. അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സുഖാന്ന് തെറ്റിദ്ധരിക്കുന്നത് മുഴുവൻ നമുക്ക് ദുഃഖ കാരണങ്ങളാണ്. ഇന്ദ്രിയപ്രീത്യർത്ഥം ചെയ്യുന്നതാണ് നമ്മുടെ പലതും. അപ്പോൾ അത് വേണ്ട. അപ്പം അതുകൊണ്ട് അങ്ങനെ അല്ലാത്തൊരു ഭാവത്തിൽ ഈ അഹല്യയെ മുക്തി കൊടുത്ത് അനുഗ്രഹിച്ചുല്ലോ. ആ രാമനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, അങ്ങനെയുള്ള മഹർഷിയെ അങ്ങേക്ക് എത്രയാണ് ഞാൻ നമസ്കാരം പറയേണ്ടത് എനിക്ക് ശരിയ. കാരണം എൻ്റെ അമ്മയും എൻ്റെ അച്ഛനാണ്. അവർ സുഖമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് പോകാനുള്ള കാരണം തന്നെ അങ്ങാണ്. കാരണം രാമനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അങ്ങാണ്. അതുകൊണ്ട് മഹാതേജസ്വിയായിട്ടുള്ള ഈ രാമൻ എൻ്റെ പിതാവിൻ്റെ സൽക്കാരം സ്വീകരിച്ചിട്ടുണ്ടാവുമല്ലോ. അച്ഛൻ പൂജിച്ചാൽ മകൻ പൂജിച്ചതിന് തുല്യമായി. എന്നാലും ഞാനിതാ ആദ്യം പൂജിക്കാം. അപ്പം ഇങ്ങനെ രാമനെ അഭിവാദ്യം ചെയ്ത് രാമൻ്റെ അഭിവാദ്യം സ്വീകരിച്ച് അച്ഛനും ഇതേപോലെ
സ്വതന്ത്രനായില്ലോ. അതായത് ഭാര്യ ഇല്ലാതെ കണ്ടിരിക്കുമ്പോൾ ഭർത്താവിന് അത്ര സുഖമൊന്നുമില്ല. ഭാര്യയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു ആനന്ദവും സ്വാതന്ത്ര്യവും സന്തോഷമൊക്കെ ഉണ്ടാവും, ഒരു സ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ അത് കിട്ടിയല്ലോ. അതിൻ്റെ കാരണം എന്താ? അങ്ങും രാമനുമാണ്. ഇങ്ങനെയൊക്കെ നന്നായിട്ട്, അതാണ് യഥാർത്ഥത്തിലുള്ള വാക്ക്, അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാക്യകോവിതനായിട്ടുള്ള ഈ ശതാനന്ദനോട് വിശ്വാമിത്രൻ പറഞ്ഞു, ഞാൻ ചെയ്യേണ്ടത് വഴി പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാർഗവൻ രേണുകയോട് എങ്ങനെയാണോ പെരുമാറിയത് അതേപോലെ ഗൗതമൻ പത്നിയോട് ചേർന്നിട്ടുണ്ട്. അവിടെ പരശുരാമൻ്റെ അച്ഛൻ ജമദഗ്നി മഹർഷി രേണുകയെ കിട്ടിയപ്പോൾ സന്തോഷിച്ച പോലെ, അതായത് ഹൈഹയ രാജാവ് കാർത്തവീര്യാർജുനൻ, ഈ കാർത്തവീര്യാർജുനൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് മുക്തനായി പരശുരാമൻ്റെ കൈകൊണ്ട്, അപ്പോൾ കാർത്തവീര്യാർജുനൻ്റെ മക്കള് ജമദഗ്നിയെ വധിച്ചു. അപ്പോൾ രേണുക മാറത്തടിച്ച് കരഞ്ഞു എന്നാണ്. 21 വട്ടം മാറത്തടിച്ചു. അതുകൊണ്ട് ശിക്ഷയായിട്ട് പരശുരാമൻ 21 വട്ടം ഭൂപ്രദക്ഷിണം ചെയ്ത് ഈ ക്ഷാത്ര ദുസ്തേജസ്സിനെ മുഴുവൻ, ചീത്ത രാജാക്കന്മാരെ മുഴുവൻ വധിച്ചു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നല്ല രാജാക്കന്മാരെ വധിച്ചിട്ടില്ല. പക്ഷേ എല്ലാ രാജാക്കന്മാരെ വധിച്ചു എന്നാണ് ഒരു സാമാന്യനെ പറയാം. കാരണം അന്ന് മിക്കവാറും ചീത്ത രാജാക്കന്മാരായിരുന്നു, ദുഷ്ടന്മാരായിരുന്നു. അതുകൊണ്ട് ജമദഗ്നിയെ വീണ്ടും ജീവിപ്പിച്ചു. അപ്പോൾ രേണുകയ്ക്ക് വലിയ സന്തോഷമായി. അതേപോലെ ഈ അഹല്യാദേവിയെ എൻ്റെ അമ്മയെ എൻ്റെ അച്ഛന് കൊടുത്തുല്ലോ. രണ്ടുപേരും സന്തോഷമായില്ലേ. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് എന്ന് പറയാം. ആര്? വിശ്വാമിത്രൻ ഈ ശതാനന്ദനോട്. അങ്ങനെയുള്ള വിശ്വാമിത്രൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ശതാനന്ദൻ രാമനോട് പറഞ്ഞു, ഇപ്പോൾ മർത്യഭാവത്തിലാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേക്ക് സ്വാഗതം. ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്തതായിട്ടുള്ള വിശ്വാമിത്രനെ അനുഗമിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങളുടെ ഈശ്വര അനുഗ്രഹം കൊണ്ടാണ്. ചിന്തിക്കാൻ പറ്റാത്തതായിട്ടുള്ള കർമ്മങ്ങൾ തപശക്തി കൊണ്ട് ചെയ്തതായിട്ടുള്ള അമിത പ്രഭാവനായിട്ടുള്ള ഈ മഹർഷി വിശ്വാമിത്രൻ അത്യുത്തമമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാവിയെ കണക്കാക്കിക്കൊണ്ട്, അപ്പോൾ രാമനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിനു വേണ്ടിയിട്ട് സീതയുമായിട്ട് ബന്ധപ്പെടുത്താനാണ്. അത് വളരെയധികം തപസ് ചെയ്തതായിട്ടുള്ള ഈ വിശ്വാമിത്രൻ രാമൻ്റെ സംരക്ഷകനായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടാവുക എന്നത് രാമനും വിശ്വാമിത്രനും സന്തോഷം. അപ്പോൾ വിശ്വാമിത്രനാണ് രാമനെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നതുകൊണ്ട് വിശ്വാമിത്രനെ പുകഴ്ത്തി. രാമനാൽ വിശ്വാമിത്രൻ രക്ഷിക്കപ്പെടുന്നു, വിശ്വാമിത്രനാൽ രാമൻ രക്ഷിക്കപ്പെടുന്നു. മഹാഋഷികളാൽ രാമൻ രക്ഷിക്കപ്പെടുന്നു, മഹാഋഷികളെ രാമൻ രക്ഷിക്കുന്നു. മഹാഋഷികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാക്ഷസവധം മുഴുവൻ എല്ലാ രാക്ഷസന്മാരെയും ഞാൻ വധിച്ചോളാം എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോവുകയാണ്, ഇപ്പോൾ ആയിട്ടില്ല, ആവണേ ഉള്ളൂ, വനവാസകാലത്താണ്. അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പ്രധാനമാണ്. മനു കർദമന സംവാദത്തിൽ വളരെ പ്രധാനമായിട്ട് ഈ രണ്ടുപേരുടെയും മേന്മകൾ പറയുന്നുണ്ട്, ബ്രാഹ്മണൻ്റെയും ക്ഷത്രിയൻ്റെയും. ഇവിടെ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രജാപതിപുത്രനായിട്ട് കുശൻ എന്ന പേരിലൊരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ കുശൻ്റെ പുത്രനായിട്ട് ബലവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുത്രൻ കുശനാഭൻ, കുശനാഭൻ്റെ പുത്രൻ ഗാധി, ഗാധിയുടെ പുത്രൻ വിശ്വാമിത്രൻ. അനവധി 10,000-ങ്ങളോളം മഹാതേജസ്വിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ തപസ് എത്ര വർഷമാണ് ചോദിച്ചാൽ പറയില്ല കേട്ടോ. 12,000 ഒക്കെ ഉണ്ട്. ഇങ്ങനെയാണ് 12,000 വർഷം തപസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയെ ധന്യനാക്കിയ വിശ്വാമിത്രൻ. അതേപോലെ ഒരിക്കൽ ഈ മഹാരാജാവായിട്ടുള്ള അദ്ദേഹം സൈന്യത്തെ സംയോജിപ്പിച്ച് അക്ഷൗഹിണി പരിവൃതനായിട്ട്
ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21,870 രഥങ്ങൾ, 21,870 ആനകൾ, അതിൻ്റെ 3 ഇരട്ടി കുതിരകൾ, 5 ഇരട്ടി കാലാള്, ഇങ്ങനെയുള്ള ഈ അക്ഷൗഹിണി സേന അത് കാട്ടിലിങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ്. നഗരങ്ങൾ, അതേപോലെ രാഷ്ട്രങ്ങൾ, ജലാശയങ്ങൾ, പിന്നെ പർവ്വതങ്ങൾ, ഇങ്ങനെ വസിഷ്ഠാശ്രമത്തിലേക്ക് ഈ വിശ്വാമിത്രൻ ഒരിക്കൽ വരുണ്ടായി. അപ്പോൾ ഇവിടെ വിശ്വാമിത്രൻ എങ്ങനെയാണ് വിശ്വാമിത്രനായത് എന്ന് വിശ്വാമിത്രൻ്റെ കഥ ശതാനന്ദ മഹാഗുരു പറയുകയാണ്. എങ്ങനെയാണ് ഈ ധർമാത്മാവ് ഈ രാജർഷി പദവി ആദ്യം നേടി, അതിന് ശേഷം ബ്രഹ്മർഷി പദവി നേടി, അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയാണ്. വസിഷ്ഠാശ്രമത്തിൻ്റെ പ്രത്യേകത വളരെയധികം വർണ്ണിക്കുന്നു. എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള പുഷ്പങ്ങൾ, പക്ഷിമൃഗാദികൾ, നല്ല സരസ്, സിദ്ധചാരണാദികളാൽ എപ്പോഴും സേവിക്കപ്പെടുന്നു ഈ വസിഷ്ഠ മഹർഷി. അതേപോലെ ദേവ, ദാനവ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദേവന്മാർ, 8 തരത്തിൽപ്പെട്ട ദേവന്മാരുണ്ട്. അവരെല്ലാവരും ഈ ആശ്രമത്തിൽ വരണു. എല്ലാവരും ശാന്തരാണ്. മാനുകളൊക്കെ സ്വൈര വിഹാരം നടത്തുന്നു. ബ്രാഹ്മണരുടെ ഈ സംഘങ്ങൾ എപ്പോഴും അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പല ജോലികൾ ചെയ്യുന്നു. അതേപോലെ പക്ഷികൾ ആകാശത്ത് പല ശബ്ദങ്ങളുണ്ടാക്കിക്കൊണ്ട്, പക്ഷികളുടെ ശബ്ദത്തിന് ഒക്കെ പ്രത്യേകതയുണ്ട് അത്രേ. ഋഷികളാണ് പക്ഷികളായിട്ട് വന്നതെന്നാണ് പറയുക. അതായത് പൂർവ്വജന്മത്തിൽ ഋഷികൾ പക്ഷികളായിട്ട് വരും. അപ്പോൾ അവർ ചിലയ്ക്കുന്നത് നമുക്കതിൻ്റെ ശബ്ദം ചിലപ്പോൾ ഇഷ്ടമായില്ല എന്നൊക്കെ വരാം. പക്ഷേ ആ ശബ്ദം മുഴുവൻ വേദം ഉച്ചരിക്കുന്നതായിട്ട് കണക്കാക്കണം എന്നാണ്. വേദത്തിൽ ചില കഠിനാക്ഷരങ്ങളുണ്ട്, മൃദു അക്ഷരങ്ങളുണ്ട്. അതേപോലെ ഈ സ്വരങ്ങൾ അനവധി മാത്രകളോട് കൂടിയിട്ട് ഉച്ചരിക്കേണ്ടതായിട്ടുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പക്ഷികൾ പറയുന്നുണ്ട് എന്നാണ് പറയണം. നമുക്കത് ഭാഷ മനസ്സിലാവണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പക്ഷിക്കൂട്ടങ്ങൾ ധാരാളം അവിടെ ഉണ്ട്. ബ്രഹ്മർഷിമാർ, ദേവർഷിമാർ, ഇങ്ങനെ അവരുടെ സാന്നിധ്യം കൊണ്ട് വളരെയധികം തപസ് ചെയ്ത ഈ മഹാഋഷി നേടിയതായിട്ടുള്ള അതിശക്തി, എത്ര ശക്തിയൊന്നും പറയരുത്, മകൻ്റെ പേരൻ്റെ ശക്തി എന്നാണ്, അങ്ങനെയൊക്കെയാണ്. ഏതായാലും അങ്ങനെയുള്ള ഈ ശക്തി കൊണ്ട് ജ്വലിക്കുന്നതായിട്ടുള്ള അഗ്നിസമനായിട്ടുള്ള, അതേപോലെ ജലം മാത്രം ആഹരിക്കുക, വായു മാത്രം ഉൾക്കൊള്ളുക, ഇങ്ങനെ കൊഴിഞ്ഞ വീണ ഇലകൾ മാത്രം കഴിക്കുക, ഫലമൂലങ്ങൾ മാത്രം ഈ തുടക്കത്തിൽ കഴിക്കുക, അതേപോലെ മനോനിയന്ത്രണം, ഈ ശമദമങ്ങൾ സ്വീകരിക്കുക എന്ന് വെച്ചാൽ അതൊക്കെ അഷ്ടാംഗയോഗമൊക്കെ ശീലിച്ചു എന്ന് സാരം അതാണ്. അതേപോലെ ഈ 72 ചീത്തകളും കാമക്രോധാദികളോ, ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി, പഞ്ചക്ലേശങ്ങൾ, പാപങ്ങൾ, 3 ശോകം, ഇതൊന്നും ബാധിക്കാതെ കണ്ട് ഇത് മഹാപുണ്യമാണ്. അങ്ങനെയുള്ള ആ പുണ്യഭൂമിയിൽ ഈ എല്ലാറ്റിനെയും കീഴടക്കിയതായിട്ടുള്ള ഭാവത്തിലുള്ള വസിഷ്ഠ മഹർഷി. അപ്പോൾ ജ്ഞാനം മുഴുവൻ അദ്ദേഹത്തിന് സ്വന്തമാണ്. 23 സിദ്ധികൾക്കും ഉടമയാണ്. അങ്ങനെ വസിഷ്ഠനെ കുറിച്ച് പറയാച്ചാൽ എത്രയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ബ്രഹ്മർഷിയാണ്. അദ്ദേഹത്തിൻ്റെ താഴെയുള്ളൂ ബാക്കിയുള്ളവർ, ദേവന്മാരുടെ ഗുരുവാണ്. അതേപോലെ ഈ ഋഷികളൊക്കെ ജപഹോമാദികളിൽ മുഴുകിയിരിക്കുന്നു. ബാലഹില്യന്മാർ, വൈഖാനസന്മാർ, ഇവരൊക്കെ എല്ലാവരും ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആ വസിഷ്ഠാശ്രമത്തെ ഒരു ബ്രഹ്മലോകം എന്ന് കണക്കാക്കണം. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വസിഷ്ഠൻ. അപ്പോൾ എല്ലാറ്റിനെയും ജയിക്കുക എന്ന ഒരു ഭാവം വസിഷ്ഠ മഹർഷി സ്വീകരിച്ചിരിക്കണം. അവിടേക്കാണ് ഈ അക്ഷൗഹിണി സൈന്യങ്ങളോട് കൂടിയിട്ട് വിശ്വാമിത്രൻ എത്തിയത്. നായാട്ട് സമയമാണ്. ഇങ്ങനെ 51ാമത്തെ സർഗം പറഞ്ഞു വെച്ചു. 52ാമത്തെ സർഗത്തിൽ പറയുകയാണ്, ബലവാനായിട്ടുള്ള വീരനായിട്ടുള്ള ഈ വിശ്വാമിത്രൻ താപസശ്രേഷ്ഠനായിട്ടുള്ള വസിഷ്ഠ മഹർഷിയെ, ഈ രാജാവിൻ്റെയും കുലഗുരു ആണ് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് മഹാത്മാവേ വസിഷ്ഠ മഹർഷി അങ്ങേക്ക് നമസ്കാരം. അതേപോലെ വസിഷ്ഠ മഹർഷി വിശ്വാമിത്രനോട് പറഞ്ഞു, രാജാവേ അങ്ങേക്ക് നമസ്കാരം, ഇരിക്കൂ. പ്രത്യേകമായിട്ട് ഇരുത്തി വിശ്വാമിത്രന് എന്തൊക്കെയാണോ വസിഷ്ഠൻ കൊടുക്കേണ്ടത് അതൊക്കെ
ഫലമൂലാദികളോ പാലോ എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ വെള്ളമോ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ കൊടുത്തു. പൂജയൊക്കെ സ്വീകരിച്ചതിന് ശേഷം വിശ്വാമിത്രൻ്റെ ഈ തപസ്, അഗ്നിഹോത്രം, അതേപോലെ ശിഷ്യ സമ്പത്ത്, 10,000 ശിഷ്യന്മാരാണ്. അതേപോലെ ഈ ആശ്രമത്തിൽ ധാരാളം പൂക്കൾ, ചെടികൾ, ഓഷധി വൃക്ഷങ്ങൾ, വാഴ തുടങ്ങിയത് ഔഷധി വൃക്ഷങ്ങൾ, പിന്നെ വലിയ മരങ്ങൾ, വേര് തരുന്നതായിട്ടുള്ള, അതേപോലെ വേര്, കായ, പഴം, ഇല, മരത്തിൻ്റെ തൊലി, ഇതൊക്കെ ഭക്ഷണ സാധനങ്ങളാണ്. അതൊക്കെ നേരിട്ട് കഴിക്കുക ചെയ്യാം. ചിലതൊക്കെ ഈ ധാന്യങ്ങളാണെന്ന് വെച്ചാൽ അങ്ങനെ പലതും നേരിട്ട് കഴിക്കണമെന്നുണ്ട്, ചിലത് പാകം ചെയ്ത് കഴിക്കണമെന്നുണ്ട്. ഒക്കെ വേണ്ടത്ര മാത്രമേ കഴിക്കുള്ളൂ. നമ്മളെപ്പോലെ വയറ് നിറച്ച് കഴിക്കണവരല്ല, വളരെ കുറച്ച്. നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു 10-1 കഴിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അത്രയും കുറച്ചേ കഴിക്കുള്ളവർ. ഒരു പക്ഷേ അത്രയും ഉണ്ടാവില്ല, അത്ര അങ്ങനെയാണ്. സർവത്ര കുശലം കണ്ടു എന്നാ. അപ്പോൾ വസിഷ്ഠൻ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാം നിങ്ങൾക്കും സുഖമല്ലേ എന്ന രീതിയിലാണ് കുശലം പറഞ്ഞത്. അങ്ങനെ വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്, രാജൻ, അങ്ങേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? ഈ ജനങ്ങളെ ധാർമ്മികരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങ് രാജകീയമായിട്ടുള്ള പ്രവർത്തനത്തെ നന്നായിട്ട് ചെയ്യണില്ലേ? കച്ചിത് കുശലം രാജൻ കച്ചിത് ധർമ്മേണ രഞ്ജയൻ പ്രജാ പാലയസേ രാജൻ രാജവൃത്തേന ധാർമ്മിക. എത്രയാ അതിൻ്റെ ഉള്ളിലത്തെ പറയാനുള്ള ചോദിച്ചാൽ ശരിയാ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ധാർമ്മികരായിട്ട് എല്ലാവരും സുഖം അനുഭവിക്കുന്നില്ലേ? അങ്ങ് അവരെ സന്തോഷിപ്പിക്കണില്ലേ? അങ്ങയുടെ പാലന ആ ഒരു കർമ്മം ഉണ്ടല്ലോ, വിഷ്ണു അനുസരിച്ച് അഷ്ടദിക് പാലന്മാരെ പോലെ അങ്ങനെ തന്നെയല്ലേ നടത്തുന്നത്? അങ്ങും പ്രജകളും ധാർമ്മികർ തന്നെയല്ലേ? അങ്ങയുടെ ഈ കഴിവും സ്വഭാവവും രണ്ടും ഒരുപോലെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നില്ലേ? അങ്ങയുടെ സേവകവൃന്ദത്തെ, സൈന്യങ്ങളാണല്ലോ, അവർ വേണ്ട രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ലേ? അങ്ങയുടെ ആജ്ഞകളെല്ലാം നടപ്പിലാകണില്ലേ? ശത്രുക്കളെ അങ്ങക്ക് കീഴടക്കാൻ പറ്റണില്ലേ? ശത്രുക്കളെ ജയിച്ചതായിട്ടുള്ള ഈ അക്ഷൗഹിണി, ചതുരംഗസേന, അതേപോലെ ഭണ്ഡാരം, സുഹൃത്തുക്കൾ, പുത്രപൗത്രാദികൾ, ബന്ധുക്കൾ, എല്ലാവർക്കും ഒരേപോലെ തന്നെ സുഖത്തെ കൊടുക്കാൻ അങ്ങേക്ക് സാധിക്കുന്നില്ലേ? വിഷയങ്ങളൊക്കെ ധാരാളമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നില്ലേ? എല്ലാം മംഗളം എന്ന് വിശ്വാമിത്ര മഹർഷി വസിഷ്ഠനോട് പറഞ്ഞു. ആ പരസ്പരം കൊടുക്കുന്നതായിട്ടുള്ള ഈ വിനയം, സ്നേഹം, ബഹുമാനം, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുകളെ കൊണ്ടുള്ള പൂജ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ ശത്രുക്കളെ പോലും മിത്രങ്ങളായിട്ട് കാണുന്ന ആ ഭാവമാണ് വിശ്വാമിത്രന്. എത്രത്തോളം ശ്രേഷ്ഠത അത് മുഴുവൻ കാണിക്കുന്ന ഭാവമാണ് വസിഷ്ഠന്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഉള്ള ഈ സംവാദം നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പെരുമാറ്റത്തെ വളരെയധികം ശുദ്ധീകരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ധർമ്മിഷ്ഠന്മാർ പരമസന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കൊണ്ട് തന്നെ പ്രീതി കൊടുക്കപ്പെട്ടു, വാങ്ങപ്പെട്ടു. അല്ലയോ രാമ, ഈ സംഭാഷണത്തിനൊടുവിൽ ചിരിച്ചുകൊണ്ട് വസിഷ്ഠ മഹർഷിയോട് വിശ്വാമിത്രൻ പറയുകയാണ്, അല്ലയോ മഹാബല, അങ്ങക്ക് അങ്ങയുടെ ഈ സൈന്യത്തിന്, അതേപോലെ എന്തൊക്കെയാണോ എൻ്റെ ഈ സൈന്യത്തിന് എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അത് മുഴുവൻ അങ്ങ് തരണം. ഇവിടെ ഇപ്പം എന്താ വേണ്ടത്? നായാട്ടം എന്തൊക്കെയാ വെച്ചാൽ കഴിഞ്ഞ് വന്നിട്ട് ഒത്തിരി ആഹാരമൊക്കെ വേണം, കിടക്കാനുള്ള സൗകര്യമൊക്കെ വേണം, അതൊക്കെ പറഞ്ഞതാ. അപ്പോൾ അവിടെ വസിഷ്ഠാശ്രമത്തിൽ തന്നെ 10,000 അതിൽ കൂടുതലോ ശിഷ്യന്മാരുണ്ട്. ഈ വരുന്നവർ ഇത്രയും കൂടുതൽ അക്ഷൗഹിണി സേനയാണ്, അത് വലിയതാ, ലക്ഷമൊക്കെ ഉണ്ട്, ലക്ഷങ്ങളുണ്ട്. അപ്പോൾ അത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് പൂജിക്കേണ്ടുന്നതായിട്ടുള്ള അതിഥിയാണ് ഞാൻ, രാജാവാണല്ലോ പറയുകയാണ്. ഞാൻ മാത്രമല്ല, എനിക്കല്ല, എൻ്റെ സൈന്യത്തിനും. അപ്പോൾ അതുകൊണ്ട് ആ സൽക്കാരങ്ങൾ വേണ്ട രീതിയിൽ വേണം. അത് വിശ്വാമിത്രൻ്റെ ആവശ്യമാണ്. വസിഷ്ഠൻ അത് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. വസിഷ്ഠനും അങ്ങോട്ട് പറഞ്ഞു, വിശ്വാമിത്രനോട് പറഞ്ഞു, എൻ്റെ ഈ ആതിഥ്യത്തെ അങ്ങ് സ്വീകരിക്കണേ എന്ന്. അപ്പോൾ സത്ക്രിയാം ഹി ഭവാനേതാം പ്രതീക്ഷതു മയാ കൃതം
രാജാ ത്വം അതിഥിശ്രേഷ്ഠ പൂജനീയ പ്രയത്നത. വസിഷ്ഠൻ വിശ്വാമിത്രനോട് പറയാണ്, എൻ്റെ ആതിഥ്യത്തെ അങ്ങ് സ്വീകരിക്കണം. എങ്ങനെ? പരസ്പര ബഹുമാനം കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് അങ്ങ് അതിഥിയായിട്ടും ഞാൻ ആതിഥേയനായിട്ടും. ഇവിടെ മഹർഷിയാണ്. സ്വതേ രാജാവ് വസിഷ്ഠനെ ഇങ്ങോട്ടാണ് പൂജിക്കേണ്ടത്. പക്ഷേ എങ്കിലും പൂജയായിട്ട് സ്വീകരിക്കൂ. അതാണ് വിനയം. അതാണ് എല്ലാറ്റിനെയും കീഴടക്കി വസിഷ്ഠൻ എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ പറഞ്ഞതിൻ്റെ ശേഷം ഈ വസിഷ്ഠൻ, വിശ്വാമിത്രൻ രണ്ടുപേരും ഒരേപോലെ ഒരേ മനസ്സുള്ളവരായി തീർന്നു. ഭഗവാനെ ദർശിച്ചതായിട്ടുള്ള ഒരു സന്തോഷം. അർഘ്യപാദ്യാദികളെ സ്വീകരിച്ചു. ആശ്രമത്തിലുള്ള ഈ ഫലമൂലാദികളെ എല്ലാവരും വേണ്ടത്ര സ്വീകരിച്ചു. അപ്പോൾ അവിടെ അത് മുഴുവൻ സ്വീകരിച്ചതിൻ്റെ ശേഷം, അതേപോലെ എല്ലാവർക്കും കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചതിൻ്റെ ശേഷം മൈത്രീപൂർവം അങ്ങോട്ടും ഇങ്ങോട്ടും കടാക്ഷിച്ച് നോക്കിയിട്ട് യാത്രാനുവാദം തരണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ വിശ്വാമിത്രനോട് ഈ ഉദാരശീലനായിട്ട് ധർമ്മശീലനായിട്ട് വസിഷ്ഠൻ വീണ്ടും ഇനിയും സൽക്കാരത്തെ സ്വീകരിച്ചോളൂ എന്ന് പറയുകയാണ്. എന്നുവെച്ചാൽ പോണ്ട, കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് മെല്ലെ പോയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ താമസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷീണം തീരും. നാട്ടിൽ കിട്ടുന്നേക്കാൾ കൂടുതൽ വനവിഭവങ്ങൾ ഈ സൈന്യങ്ങൾക്കും അതേപോലെ രാജാവിനും ഒരേപോലെ മനസ്സിനെയും ശരീരത്തിനെയും സന്തോഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ വസിഷ്ഠൻ വളരെ സന്തുഷ്ടനായിക്കൊണ്ട് ഈ മുഴുവൻ എല്ലാവർക്കും ഇത്രയും കൊടുക്കണ്ടേ, ലക്ഷക്കണക്കിനാണേ, അതൊക്കെ കാമധേനു എന്നുള്ള പശുവുണ്ട്. കാമധേനുവിനോട് പറഞ്ഞു, വേഗം തന്നെ എത്രയൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ ഈ സൈന്യസമേതനായിട്ട് രാജാവിനെ സന്തോഷിപ്പിക്കാൻ ഭോജനം തൊട്ടുള്ള ഓരോന്നും ഞാൻ ദാനം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതെല്ലാം കൊണ്ടുവരൂ. വേണ്ടതനുസരിച്ച് ഷഡ് രസങ്ങളോട് കൂടിയിട്ട് മധുരം, ഉപ്പ്, പുളി, കയ്പ്പ്, ചവർപ്പ്, എരിവ്, 6 രസത്തോട് കൂടിയിട്ടുള്ള പദാർത്ഥങ്ങളെ കൊടുക്കണം. അതിന് എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ. കാമധേനുവിൻ്റെ 4 മുലയാണ്, 4 സമുദ്രമാണ്. എന്തൊക്കെയാ വെച്ചാൽ അതിലൊക്കെ കിട്ടും. അങ്ങനെ ചുരത്തി തരണമെന്ന് പറയുകയാണ്. ഇങ്ങനെ പല രസങ്ങളോട് കൂടിയിട്ടുള്ള ഭക്ഷ്യ, പേയ, ലേഹ്യ, ചോഷ്യങ്ങൾ തിന്നാൻ, കുടിക്കാൻ, നക്കി രസിക്കാനായിട്ട്, പിന്നെ വലിച്ചു കുടിക്കാൻ എന്നൊക്കെയാണ്. അതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. പാകം ചെയ്തതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, നമ്മളിപ്പോൾ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് പാകം ചെയ്യൊന്നും വേണ്ട. പാകം ചെയ്തതായിട്ട് ഭക്ഷണ സാധനങ്ങൾ, ചോറ്, പായസം, ഇങ്ങനെയുള്ളതൊക്കെ അതിൽ വിടും. അതേപോലെ കരിമ്പ് തൊട്ടുള്ളതൊക്കെ കടിച്ചിട്ട് ചണ്ടി തുപ്പി കളയേണ്ടതാണ്. അതിൻ്റെ ഒരു ഇത് വേറെയാണ്. പഴവർഗ്ഗങ്ങൾ, ലേഹ്യം പോലെയൊക്കെ. അപ്പോൾ എല്ലാം കൊടുക്കണമെന്നാണ്. തേന് പോലെയുള്ളതൊക്കെ തൊട്ട് നക്കിയിട്ട്, അല്ലെങ്കിൽ തേനൊക്കെ കുടിക്കാമല്ലോ, മധു കഴിക്കാമല്ലോ. ലേഹ്യങ്ങളുണ്ട്, ചോഷ്യങ്ങളുണ്ട്, ഈ കടിച്ച് തിന്നുന്നതായിട്ടപ്പോൾ ചിലതൊക്കെ നേരിട്ട് കടിച്ച് തിന്നാം. ഇപ്പോൾ നമ്മൾ പാകം ചെയ്തതാണ് വെച്ചപ്പോൾ വറുത്തപ്പേരി, അതല്ലെങ്കിൽ പച്ച ക്യാരറ്റൊക്കെ തിന്നില്ലേ നമ്മൾ എന്ന കൂട്ടത്തിൽ. പച്ച തിന്നാൾ പലതുമുണ്ട്. ഇങ്ങനെ 4 തരത്തിൽപ്പെട്ടതായിട്ടുള്ള പാകം ചെയ്തതും കടിച്ച് തിന്നേണ്ടതും കടിച്ച് ചണ്ടി തുപ്പിക്കളയേണ്ടതും ലേഹ്യം പോലെ കഴിക്കേണ്ടതും ആയിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളെയും 6 രസത്തോടു കൂടിയിട്ട് കൊടുക്കൂ. ഇങ്ങനെ ആ സൽക്കാരത്തെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാമധേനുവിനെ പ്രേരിപ്പിച്ചു. ഇപ്പോൾ കാമധേനുവിൽ നിന്ന് ധാരാളം, എത്രയാണെന്ന് ശരിയ, അത് 52-ാമത്തെ സർഗത്തിൽ അങ്ങനെ പറഞ്ഞു വെച്ചു. ഇനി 53-ാമത്തെ സർഗത്തിൽ പറയുകയാണ്, അല്ലയോ വസിഷ്ഠൻ പറയാൻ, വിശ്വാമിത്ര, ഇതാ കാമധേനു ധാരാളം ഓരോരുത്തർക്കും കഴിക്കാനുള്ള മുഴുവനെ കൊണ്ടുവന്നിട്ടുണ്ട്. കരിമ്പിൻ്റെ ചാറുണ്ട്, തേന് പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള ചെറുതേനുണ്ട്, വലിയ തേനുണ്ട്, പൂക്കളിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ധാന്യങ്ങൾ തരുന്ന പൂക്കളിലെ നെല്ല്, ഗോതമ്പ് ഇന്നൊക്കെ കിട്ടുന്ന ആ തേന് വേറെയാണ്. വലിയ മരങ്ങളുണ്ട്, അതിൽ നിന്ന് കിട്ടുന്നത് വേറെയാണ്. ഈ കുറ്റിച്ചെടികൾ, അങ്ങനെയുള്ള പൂക്കൾ ഉണ്ടാക്കണ ധാരാളം, വള്ളിക്കുടലുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നുണ്ടാക്കണ ആ പൂവിൻ്റെ തേൻ അത് വേറെയാണ്.
സ്വാദിന് വ്യത്യാസമുണ്ട്. നമ്മൾ തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ വിചാരിക്കാറുള്ളൂ. രണ്ടായിട്ട് തിരിക്കുന്നത് ഒന്ന് മലന്തേൻ, അതേപോലെ വലിയ തേന് വലിയ കാട്ടീച്ചകൾ ഉണ്ടാക്കണത്, അതേപോലെ ചെറുതൻ ഔഷധമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തേനിൻ്റെ പല തരത്തിൽപ്പെട്ടതായുള്ള തേനുകൾ, പിന്നെ മലര് പോലെയുള്ള മലര്, അവില്, ചോളക മലരുണ്ട്, ഗോതമ്പ് അങ്ങനെ മലരാക്കാൻ പറ്റും, ഇങ്ങനെ പലതുമുണ്ട്. ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ വിധി അറിയാവുന്നവർ മലര് ഐറ്റംസ് ഉണ്ടാവും, വറവുണ്ടാവും ധാരാളം. പിന്നെ ഈ സോമലത തൊട്ടുള്ളൊക്കെ പിഴിഞ്ഞ ചാറുകൾ, അതൊക്കെ കുറച്ചൊരു മത്തുണ്ടാക്കുന്ന രീതിയിലാണ്, ദഹനത്തിന് വളരെ ഉത്തമമാണ്. ഏലച്ചാറുകൾ, വള്ളിയുടെ ചാറുകൾ, ഇങ്ങനെയൊക്കെ. അതേപോലെ ഈ പച്ചക്കറിയുടെ ചാറുകൾ, അതിനൊക്കെ ഈ മത്തുണ്ട്, ദഹന രസം കൂടുതലാണ്, അതാണ്. അതേപോലെ സുഗന്ധദ്രവ്യങ്ങൾ അത് ചാറാക്കിയിട്ടുണ്ടാവും. എന്നുവെച്ചാൽ അതിലെന്താ ചേരുവ ചേർക്കേണ്ടത് വെച്ചാൽ അതൊക്കെ. ഇങ്ങനെ ഓരോന്നും ധാരാളമായിട്ട്. പിന്നെ മറ്റേ ഈ ആഹാരാദികളൊക്കെ കൊടുത്തു. ഈ വരി നെല്ലരിയോ എന്താ വെച്ചാൽ അതൊക്കെ കൊടുത്തു. ഇങ്ങനെ ചോറിൻ്റെ കൂമ്പാരം പർവ്വതാകാരത്തിൽ ഇങ്ങനെ കണ്ടു. അത് മുഴുവൻ മറ്റേ അരച്ച് തിന്നേണ്ടത്, വേവിച്ച് തിന്നേണ്ടത്, അതേപോലെ ഈ നീര് കുടിച്ച് ഇറക്കേണ്ടത്, പിന്നെ തൊട്ട് കൂട്ടാനുള്ളത്, അതേപോലെ ഇഞ്ചോ തൈരോ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ. മധുരപലഹാരങ്ങൾ ധാരാളമുണ്ട്, മോദകാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. വസിഷ്ഠൻ്റെ ഈ സൽക്കാരം സാധാരണഗതിയിൽ ഒരു വലിയ സദ്യയ്ക്ക് എങ്ങനെയാണോ വേണ്ടത് അത് മുഴുവൻ കാമധേനുവിനാൽ കൊടുക്കപ്പെട്ടു. അതെല്ലാം ഇവർ സ്വീകരിച്ചു. അതേപോലെ വിശ്വാമിത്രനും പിന്നെ ഈ അന്തഃപുര സ്ത്രീകൾ, ബ്രാഹ്മണർ, പുരോഹിതന്മാർ, അമാത്യന്മാർ, അനവധി തരത്തിൽപ്പെട്ടതായിട്ടുള്ള ജനങ്ങൾ അവിടെ ഉണ്ട്. ആണായാലും പെണ്ണായാലും എല്ലാവർക്കും ഡ്യൂട്ടീസ് വ്യത്യാസമുണ്ട്. അവരെല്ലാവരും സന്തോഷിച്ചു. അപ്പോൾ വിശ്വാമിത്രൻ ഇത്രയും സന്തോഷത്തോടു കൂടിയിട്ട് ഇതിനെ സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞു, അതിശ്രദ്ധയോടു കൂടിയിട്ട് പൂജിച്ച് സൽക്കരിച്ചു. ഇത് എങ്ങനെയാണ് അങ്ങേക്ക് സാധിച്ചത്? ഈ കാമധേനു ഇത്രയും കൂടുതൽ തന്നുല്ലോ, അതിൻ്റെ ഒരു വിശദ വിവരണത്തെ ഒന്ന് പറയണേ. നൂറായിരക്കണക്കിന് പശുക്കൾ കൂട്ടിയാൽ തരാൻ പറ്റാത്തതാണ് ഈ കാമധേനു മാത്രം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് വസിഷ്ഠനോട് വിശ്വാമിത്രൻ പറയാ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ കാമധേനുവിനെ തരൂ. അങ്ങ് ദ്വിജന്മാരിൽ ഉത്തമനാണ്. രാജാവിന് ദാനം ചെയ്തത് കുഴപ്പമില്ല. അതായത് ഇവിടെ രാജാവിന് സ്വയം ദാനം സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതിഫലമായിട്ട് 10,000 അല്ലെങ്കിൽ 1,00,000 എത്ര പശുക്കളെ വേണ്ട ഞാൻ തരാം. എനിക്ക് ഈ കാമധേനുവിനെ വേണം. ഇങ്ങനെ വിശ്വാമിത്രൻ യാചന എന്ന നിലയ്ക്ക്, എന്നാൽ യാചന അല്ലേ, ഇനി യാചിക്കാൻ പാടില്ല, അതുകൊണ്ട് യാചനയല്ല. ഏതായാലും ആ രാജാവിന് വന്ന് ചേരേണ്ടതാണല്ലോ ഈ സ്വത്തുക്കൾ എന്ന ഒരു നിയമത്തെ കൂടി പറഞ്ഞുകൊണ്ട് ധർമാത്മാവായിട്ടുള്ള വസിഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്രനോട് ഈ വസിഷ്ഠൻ പറഞ്ഞു, 100,000 അല്ല, 100 കോടിയല്ല, അത് വെള്ളിക്കുന്നുകൾ തന്നാൽ പോലും ഞാൻ ഈ കാമധേനുവിനെ തരില്ല. കാരണം ഇവിടെ സൂചന പറഞ്ഞുള്ളൂ കാമധേനുവിനെ വേണമെന്ന്. അപ്പോൾ പറഞ്ഞു, എന്ത് തന്നാലും ഞാൻ തരില്ല. എന്താ കാരണം? ഈ ആത്മവസ്തുക്കൾക്ക് കീർത്തി എങ്ങനെയാണോ എന്നും നിലനിർത്തേണ്ടത്, അങ്ങനെയുള്ള വസിഷ്ഠനായിട്ടുള്ള, ശ്രേഷ്ഠനായിട്ടുള്ള, മഹാഋഷിയായിട്ടുള്ള, ബ്രഹ്മർഷിയായിട്ടുള്ള എൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഈ കാമധേനുവിനെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? അതിനെ ഒഴിവാക്കാൻ സാധിക്കില്ല, മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. ദേവന്മാർക്ക് ഹവിസ് നിവേദ്യം, അതേപോലെ പിതൃക്കൾക്ക് കവ്യം, അഗ്നിഹോത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ബലിക്രിയകൾ, അതേപോലെ ജീവന് നിലനിൽക്കാൻ വേണ്ടിയിട്ട്, പ്രാണൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ശരീരപോഷണത്തിന് എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അത് മുഴുവൻ, ഈ ഹോമാദികൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള നെയ്യ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, സ്വാഹ വഷർ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ സുഖമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ കാമധേനു തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കാമധേനുവിനെ ഒരിക്കലും എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരു സർവസ്വം തരുന്നതായിട്ടുള്ള ഭാവമാണ്. അപ്പോൾ അത് സാധിക്കില്ല. ഇങ്ങനെ ക്ഷോഭം, ലോഭം ഇത് രണ്ടും ഇല്ലാത്ത രീതിയിലും എന്നാലും ഉള്ള രീതിയിലും, അതാണ്
അതായത് വിശ്വാമിത്രനെ നന്നായിട്ട് സ്വീകരിച്ചു. ഈ സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹത്തെ, കാമലോഭാദികളെ പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന നിയമം, അത് ആ രീതിയിൽ ശഠിച്ച് പറയുമ്പോൾ ക്ഷോഭമായിട്ട് മാറി. അത്രയേ ഉള്ളൂ. അവിടെ ക്ഷോഭമില്ല, എന്നാൽ നിയമം പറയും വേണം. ആ രീതിയിൽ അതിൽ പറഞ്ഞു, ഞാൻ അങ്ങേക്ക് സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള കച്ചക്കയറുള്ളതായിട്ടുള്ള പലതും മറ്റേ കൊടിയോ എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ അതൊക്കെ, അങ്ങനെ 14,000 ആനകളെ തരാം, സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള വെള്ളി കുതിരകളെ തരാം, അങ്ങനെയുള്ള രഥങ്ങളെ തരാം, പിന്നെ ധാരാളം അലുക്കുകൾ ഇങ്ങനെയൊക്കെ ചേർത്ത് പലതും, അങ്ങനെ 800 തേരുകൾ തരാം. വസിഷ്ഠ മഹർഷി എനിക്ക് ഇത് തരണം. അതേപോലെ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ചില കുതിരകൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ സിന്ധുഹയങ്ങൾ എന്നൊക്കെ പറയും. ഏതായാലും അങ്ങനെയുള്ള കുതിരകളെ, പ്രത്യേകമായിട്ടുള്ള കുതിരകളുണ്ട്, അതൊക്കെ തരാം. 11,000 കുതിരകളെ തരാമെന്നാ. അപ്പോൾ ഇളം പ്രായത്തിലുള്ള വർണ്ണഭേദങ്ങളുള്ള കറവ പശുക്കൾ, ആദ്യത്തെ പ്രസവത്തിൽ പശുക്കുട്ടികൾ പ്രസവിച്ചതായിട്ടുള്ള പശുക്കൾ, അങ്ങനെ 1 കോടി പശുക്കളെ തരാം. രത്നം, സ്വർണം, ഇങ്ങനെയുള്ള സകലതും മേയ്ക്കാനുള്ള സ്ഥലം ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കൂടിയിട്ട് വേണം പശുദാനം. അപ്പോൾ അങ്ങനെ എത്രയാണോ വേണ്ടത് വെച്ചാൽ അത് മുഴുവൻ ഞാൻ തരാം. അല്ലയോ വസിഷ്ഠ മഹർഷി, എന്തൊക്കെയാണോ പകരമായിട്ട് തരേണ്ടത് അത് മുഴുവൻ തരാം. എന്നാലും എനിക്ക് ഈ കുട്ടിയെ, ഇപ്പോൾ കാമധേനുവിനെ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ വിശ്വാമിത്രനോട് പറഞ്ഞു, എനിക്ക് ഈ കാമധേനുവിനെ തരാൻ സാധിക്കില്ല. ഒരേ ഒരു രത്നമേ വേണ്ടൂ, അത് ഈ കാമധേനുവാണ്. ഈ കാമധേനുവാണ് എൻ്റെ ധനം. ഈ കാമധേനു തരുന്നത് കൊണ്ടാണ് എനിക്ക് ഈശ്വരോപാസന ചെയ്യാൻ സാധിക്കുന്നത്. എൻ്റെ ജീവിതം അതാണ്. അപ്പോൾ കറുത്തവാവിനുള്ള ഹോമം, വെളുത്തവാവിനുള്ള അഗ്നിഹോത്രം, സമൃദ്ധമായിട്ട് ദക്ഷിണ വേണ്ടുന്ന യജ്ഞങ്ങൾ എല്ലാം ഈ കാമധേനു എനിക്ക് ചെയ്യാൻ സഹായിക്കണം. എല്ലാ കർമ്മങ്ങൾക്കും മൂല അധിഷ്ഠാനം ഈ കാമധേനുവാണ്. അതുകൊണ്ട് കാമധേനുവിനെ ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് ഈ 53-ാമത്തെ സർഗം അവിടെ പറഞ്ഞു വെച്ചു. ഇനി 54-ാമത്തെ സർഗത്തിൽ അതിൻ്റെ മാറ്റം, ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രനിൽ ഉണ്ടായതായിട്ടുള്ള മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. യുദ്ധത്തിന് തയ്യാറാവണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമുക്ക് അടുത്തതിൽ പറയാം. അപ്പോൾ രാമായണത്തെ എല്ലാവരും കേൾക്കണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അനവധി കഥകളുണ്ട്, 24,000 ഗ്രന്ഥങ്ങൾ, ശ്ലോകങ്ങൾ, അത് മുഴുവൻ ക്രമേണയായിട്ട് പറയുകയാണ്. അപ്പോൾ അതിൽ മെല്ലെ മെല്ലെ പറയുക, വേഗത്തിൽ പറയുക, മുഴുവൻ പറയുക, അങ്ങനെ പലതും കൂട്ടി പറയുക, അങ്ങനെ പലതും വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു തവണ കേട്ടാൽ തന്നെ മിക്കവാറും എല്ലാം കിട്ടും. അതിന് ഷെയർ ചെയ്യുവാനും പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാമായണത്തെ സമർപ്പിക്കുന്നു. സർവത്ര ശ്രീരാമനാമകീർത്തനം ഹര ഹര, സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ രാമ, ജാനകീകാന്ത സ്മരണം ജയ ജയ രാമ രാമ. ശ്രീ ഹനുമാൻ സ്വാമിക്ക് ജയ്.